എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. ഇന്ന് രാവിലെ വീഡിയോ എടുക്കാനുള്ള ഒരു പ്ലാനും എനിക്കില്ലായിരുന്നു കേട്ടോ. പക്ഷേ എന്താണെന്നോ, രാവിലെ വീട് കിട്ടിയ ഒരു അസുലഭ നിമിഷമായത്. എന്താണെന്നറിയോ, പറയാട്ടോ. എൻ്റെ വീട്ടിലെ പൂച്ചയെ 3-4 പൂച്ചകളുണ്ട്. അപ്പോൾ എന്താ, ഞാൻ രാവിലെ മിറ്റം അടിച്ചപ്പോഴേ ഇങ്ങനെ തപ്പി വന്നപ്പോൾ ഇവിടെ നോക്കുന്നുണ്ടായിരുന്നു. ഇവിടെ എന്താണ് കഴിക്കാനൊക്കെ ആ കൃത്യസമയത്ത് അവൾ വരും കേട്ടോ. കണ്ടില്ലെങ്കിൽ ഞങ്ങൾ അന്വേഷിക്കും. അപ്പം എന്താ ഇതാ കിടക്കുന്നു, അതാണ് ഇത്. ഇതൊന്നും ആരും അറിഞ്ഞില്ല കേട്ടോ, ശരിക്കും പറഞ്ഞ. അവിടെ നോക്കി ഇതുണ്ടോ, ഇപ്പം മനസ്സിലാവും ഇതെന്താന്ന് നോക്കി. ഇതുണ്ടോ ഇത് ചക്കര കണ്ടോ? ഇല്ലടാ ആ എന്താന്നറിയോ, അവള് പ്രസവിച്ചു കേട്ടോ. അതാട്ടോ പാവം. ഞങ്ങൾ 2 കുഞ്ഞുങ്ങളുണ്ട് കേട്ടോ. പക്ഷെ എന്താണ്, അവിടെ എല്ലാ സൗകര്യവും, അവൾക്ക് ഇങ്ങനെ ഒരു പ്രശ്നമുണ്ടെന്ന് ഞങ്ങൾക്കറിയില്ലായിരുന്നു. അപ്പം എന്താ, ഇത് ഭയങ്കര ഇന്നിപ്പോൾ ഒരു ഇത്തിരി 2 പേര്, ഒരെണ്ണം ഉണ്ടായിട്ട് 5 മാസമായിട്ടുണ്ട് കേട്ടോ. അത് 3 ചത്തുപോയി. പിന്നെ എന്തോ അസുഖം വന്നേ. അപ്പം ഇത് ഇനി ഞാൻ എന്നാ ഇന്നറിയോ, ഭയങ്കര സന്തോഷം ഇവളെ കണ്ടു കിട്ടി. അത് തന്നെയല്ല, അവൾക്ക് 2 കുഞ്ഞുങ്ങളും ഉണ്ടായി. എവിടെയെങ്കിലും പോയിട്ട് വന്നപ്പോഴേ അവൾക്കൊരു ചെറിയ അസ്വസ്ഥത തോന്നി. മുന്നോട്ട് പോകാൻ പറ്റാതെ വന്നപ്പോൾ അവൾ അവിടെ ആ ചെടിയുടെ ചുവട്ടിൽ കിടന്നതാണ് കേട്ടോ. അത് തന്നെ, അതാകാനേ സാധ്യതയുള്ളൂ. എന്നാടി നീ എന്നാ ഇവിടെ വന്ന് കിടന്നേ? അപ്പം ഇതാ കണ്ടോ, 2 കുഞ്ഞു വാവ. ഇതുണ്ടോ, പ്രസവം എവിടെയാണോ ബസ്സിൽ അങ്ങനെ ട്രെയിനിലൊന്നും കേട്ടിട്ടുണ്ട്. പക്ഷെ പ്രസവം ഇപ്പം ഉദ്യാനത്തിൽ നിന്ന് കേട്ടിട്ടില്ല അല്ലേ. അപ്പൊ ഇതാ കണ്ടോളൂ. അപ്പൊ എന്താന്നറിയോ, നമുക്കിതിനെ കൊണ്ടുവെക്കാൻ തള്ള വരും. അവൾ അവിടെ കിടന്നു, നോക്കൂ. ഇത് അവൾ അവിടെ കിടക്കും. എടുത്തോണ്ട് പോകും. നീ എന്തിനാ അവിടെ പോയി കിടന്നത്? ഇപ്പൊ എടുക്കാൻ പറ്റിയല്ലോ, ഇവിടെ വെക്കാം. ചോറിനകത്തോട്ടെ കയറി കിടന്നോ. ബാ ചക്കി, ബാടാ. അവക്കൊരു പേടി കേട്ടോ. എന്താന്നോ, നമ്മളിപ്പോ എന്താണ്, അവളുടെ കുഞ്ഞിനെ അവിടുന്ന് കൊണ്ടുവന്നില്ലേ, അത് അവൾക്ക് പേടിയാട്ടോ. ഇനിയിപ്പൊ എന്താന്നറിയോ, ഇത് ഇവിടുന്ന് കൊണ്ടുപോകും ഇവള്, മാറ്റി കൊണ്ടുപോകും. പക്ഷെ എന്താ, ഞങ്ങൾ അറിഞ്ഞില്ല കേട്ടോ ഇങ്ങനെ ഒരു കുഴപ്പത്തിൽ അവള് നടക്കുവാണ്. കണ്ട കിടക്കണേ, പ്രസവ ഉദ്യാനത്തിൽ. നമ്മുടെ ഉദ്യാനമല്ല, ഒരു ചെടിത്തോട്ടത്തിൽ കേട്ടോ. അങ്ങനെ സൂപ്പറല്ലേ. കുറച്ച് കഴിയുമ്പോ ഇതിനെടുത്ത് നമുക്ക് മോളി വെക്കണം, അല്ലെ വേറെ പൂച്ച വന്ന് വെക്കണം ഉണ്ടാവും. ഇതിന്റെ പൊക്കത്തില് എവിടെയും വെച്ചേക്കും. അപ്പൊ അവളതിലേ കയറി. അതെ, അപ്പൊ അതാ പറഞ്ഞ കേട്ടോ. എന്താന്ന് കണ്ടോ അവളുടെ എത്ര ഇതുണ്ടോ. അവിടെ കിടന്നാ എന്താ, ഈ ഭയങ്കര ചൂടല്ലേ ഇപ്പം. അപ്പൊ എന്താ, അവള് അത് ചത്തുപോകും കേട്ടോ. ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ ഞങ്ങള് രാവിലെ തൊട്ട് നോക്കുന്ന, എന്നിട്ട് ഒന്നും റൗണ്ട് അതിൽ നടന്നിട്ട് കണ്ടില്ല കേട്ടോ. ഇപ്പോഴാണ് ഏട്ടനാണ് കണ്ടത് അവിടെ കിടപ്പുണ്ടെന്ന്. അപ്പൊ എന്താ, ഇതാട്ടോ, ഇതൊക്കെയാണ് നമ്മളൊക്കെ എന്താണ്, നമ്മള് ഒരു കുട്ടിയെ വയറ്റിൽ ഇതാകുമ്പം തൊട്ട് നമ്മൾ എന്തോരം ശുശ്രൂഷകളാണ് അവർക്ക് കൊടുക്കണേ. ഇതെല്ലാം കെയറിങ് ആണ് നമ്മൾ അവർക്ക് കൊടുക്കണേ. പക്ഷെ അതൊന്നും ഇല്ലാതെ ഇത് കണ്ടോ, ഇതാണിതേ. ഇത് അതൊരു വല്ലാത്തൊരു പ്രതിഭാസം തന്നെയാണ് അല്ലേ. അതിന്റെ കുഞ്ഞുങ്ങളെ അത് സൂക്ഷിക്കുന്ന കണ്ടോ. അവള് എന്താന്ന് വെച്ചാൽ ഇന്നലെ വൈകിട്ടും ഞങ്ങള് അതിന് കഴിക്കാൻ കൊടുത്താട്ടോ. അതേ അവളുടെ ചോറ് അവിടെ വെച്ചിരിക്കുന്നത്. ഇവിടെയാണ് ഈ മുറി ചുമ്മാ സ്റ്റോറായിട്ട് ഉപയോഗിക്കുന്ന കേട്ടോ. ഞങ്ങൾ എങ്ങോട്ടേലും പോയാലും ഞങ്ങൾ ഇതിവിടെ വെച്ചാണ് പോണേ. ഒത്തിരി സന്തോഷത്തോടെ ഒത്തിരി ഉള്ള ഒരു വീഡിയോ കേട്ടോ. ഇവക്ക് പക്ഷെ എന്താണെന്നറിയോ, അങ്ങനെ വാഴൂല. അടുത്ത് റോഡുണ്ട് കേട്ടോ. ഈ പൂച്ചക്കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടല്ലോ, റോഡ് ക്രോസ് ചെയ്യുമ്പോൾ അങ്ങോട്ട് വണ്ടി ഇടിച്ചൊക്കെ അങ്ങനെയാണ്. പക്ഷെ പറ്റുന്ന പോലെ നോക്കും ഞങ്ങൾ പോകാതെ. ഇതിപ്പോൾ എന്താണ്, 2 പേര് അവളെപ്പോലെ അമ്മയെപ്പോലെ തന്നെ കേട്ടോ. കണ്ടോ ചക്കിയെ 2 എണ്ണം ഉണ്ട്. പാവട്ടോ. ഇനിയിപ്പോൾ അവളുണ്ടല്ലോ, ഇന്നലെ തൊട്ട് അവള് പഞ്ഞായിരിക്കും.
ഇന്നലെ എന്താണ് ആ കുഞ്ഞുങ്ങളെ അത്ര സംരക്ഷിച്ച് എത്ര അത് എന്താണ് നമ്മളൊക്കെ അത് എന്താണ് ഒത്തിരി കാണണം അറിയണം, ഇതൊക്കെ അറിയേണ്ട ഒരു കാര്യമാട്ടോ. എന്താണ് ഇതുകൊണ്ടോ നമ്മൾ കണ്ടിട്ടില്ല, നമ്മൾ ടി വിയിലൊക്കെ പലയിടത്തും നമ്മൾ കാണാറുണ്ട്. എന്താണ് പ്രസവം കഴിഞ്ഞ ഉടനെ അമ്മത്തൊട്ടിലൊക്കെ ഉപേക്ഷിക്കുന്ന ഒത്തിരി കാര്യങ്ങൾ. അപ്പോൾ അതൊക്കെ അതൊന്ന് ഓർത്ത് നോക്കൂ. ഈ ജീവിയുടെ കാര്യം ഒന്ന് ഓർത്ത് നോക്കൂ. പക്ഷെ നമ്മളെ അമ്മയെന്ന് വിളിക്കാൻ അങ്ങനെ അതുപോലെ നമ്മളോട് പറയൂ കേട്ടോ. ഇവിടെ തിരിഞ്ഞ് നമ്മളെ അമ്മയെന്ന് വിളിക്കുന്ന പോലെയൊക്കെ നമുക്ക് തോന്നും കേട്ടോ. അത്രയ്ക്ക് നല്ലൊരു പൂച്ചയാട്ടോ. ഇത് വേറെ ഉണ്ട് 2-3 എണ്ണം വേറെയുണ്ട്. അപ്പോൾ ഇതാണ് ഇന്നത്തെ ഒരു കെയറിങ്ങും ഇല്ലാതെ ഒരു ഇതും ഇല്ലാതെ ഉള്ള ഒരു പ്രസവം ഇന്ന് എടുത്തു. അതാണ് കേട്ടോ. അപ്പോൾ ഇതാണ് കേട്ടോ ഇന്നത്തെ ഈ വീഡിയോ. ഇതൊരു ചെറിയ പ്രസവം അതാണ് കേട്ടോ. അപ്പം ഈ വീഡിയോ ഞാൻ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യുകയാണ്. അപ്പോൾ ഓക്കെ, ബൈ. ഇത് പെട്ടെന്ന് എടുത്തൊരു വീഡിയോ ആണ് കേട്ടോ. ഓക്കേ.